അങ്ങൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്, അങ്ങേക്കൊരു വളയമില്ല, അങ്ങേക്ക് എങ്ങനെയാണ് സർക്കാരിനെ വിമർശിക്കാൻ? ഞാൻ സർക്കാരിനെ എവിടെയും വിമർശിച്ചില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന, ഞാൻ പറയുന്നത്, ഇപ്പം അങ്ങ് ലേഖനം എഴുതി അല്ലെങ്കിൽ പറയുന്നു എന്ന് പറയുന്ന തുടർഭരണം, ഞാൻ പറഞ്ഞില്ലേ, തുടർഭരണം വേണമെന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. സർക്കാരിലെ ഒരു ഇൻഡിവിജ്വലിനും പറയാൻ പറ്റില്ല. കാരണം അയാൾ ഭരണഘടനയുടെ വളയത്തിനകത്ത് നിൽക്കണം. തുടർഭരണം വേണ്ടെന്ന്, അതൊരാഗ്രഹമാണ്. അല്ല, തുടർഭരണം വേണ്ടെന്ന് അങ്ങും പറയുന്നില്ല അല്ലേ? വേണ്ടെന്ന് ഞാനും പറയുന്നില്ല. തുടർഭരണം എന്നൊരു സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ തിയററ്റിക്കലി, കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു തുടർഭരണവും ഇല്ല, പുതിയ ഭരണമേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുന്ന ആളിന് ഞാൻ വീണ്ടും MLA ആവും, മന്ത്രിയാവും, മുഖ്യമന്ത്രിയാവും എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ശരി, അത് പത്രഭാഷയിൽ അടിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ കേട്ടത്, ചില ഇതിന്ന് കേട്ടത്, ഈ ഭരണാനുകൂല സംഘടനകളുടെ യോഗത്തിൽ ഇങ്ങനെ തുടർഭരണമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് സെക്രട്ടേറിയറ്റിൽ. അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും എഴുന്നേറ്റ് പറഞ്ഞില്ല, സോറി എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തടസ്സമുണ്ട്, കാരണം ഞാൻ തുടർഭരണത്തിന് വേണ്ടി പ്രയത്നിക്കാൻ എനിക്ക് മാൻഡേറ്റ് ഇല്ല, പറ്റത്തില്ല. ഒരു ഞാൻ സർവീസിൽ വന്ന സമയമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വിവരം അറിഞ്ഞെങ്കിൽ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് ഉദ്യോഗസ്ഥരാരും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞേനെ. കാരണം സിസ്റ്റം വാണ്ടഡ് ടു ബി ടോട്ടലി ന്യൂട്രൽ. അങ്ങനെയായിരുന്നു അന്ന്. എന്താ സംശയം? ഞാൻ പ്രവൃത്തിയെടുത്ത 3-2 ചീഫ് സെക്രട്ടറിമാരും രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു യോഗം അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പിന്നെ അത് വിലക്കുമായിരുന്നു അതിനകത്ത് ഉണ്ടത്. പക്ഷേ ആ കാലം മാറിയെന്ന് തോന്നുന്നു. പ്രാക്ടിക്കലായിട്ട് തന്നെ പിന്നെ തുടർഭരണമാണ് ലക്ഷ്യം. അത് മാത്രമല്ല, നമ്മൾ കാണുന്നില്ലേ, ഒരു മാസീവ് പ്രൊപ്പഗാൻഡ വർക്ക് വരുമ്പോഴത് ഓഫീസേഴ്സ് പങ്കെടുക്കാതെ വരത്തില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ ഈ സർക്കാരിന് വേണ്ടി, സർക്കാരിൻ്റെ തുടർഭരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നത്, അത് നിയമവിരുദ്ധമല്ലേ? രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ബാധ്യത ഉദ്യോഗസ്ഥർക്കില്ല. അത് മത്സരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. സ്ഥാനാർത്ഥിയുടെ ജോലി ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കുക, അതിനകത്തൊരു വലിയ ഡൈക്കോട്ടമി ഇല്ലേ? നമ്മൾ രാവിലെ യോഗം കൂടിയിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലുള്ള ആളുകളെ വീണ്ടും വിജയിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനുശേഷം പിറ്റേന്ന് രാവിലെ പോയി നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊരു നിഷ്പക്ഷ പ്രവൃത്തിയാവുമോ? ഇലക്ഷൻ മെഷീനറി അവർ തന്നെയല്ലേ? അല്ല, ഇത് ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും പറ്റുന്നില്ലല്ലോ. അതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. സൂക്ഷ്മമായിട്ട് നോക്കണം അത്.